അങ്ങനെ ഞങ്ങൾ ഇന്ന് പിറവത്തെ വീട്ടിലേക്ക് വന്നേക്കും കേട്ടോ. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോഴത്തേക്കും വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പിള്ളേരും ഇവിടെ ഉണ്ടായിരുന്നേ. ചേച്ചിയുടെ പിള്ളേരും ചേട്ടന്മാരുടെ പിള്ളേരൊക്കെ ഇന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് സുണ്ടൂനാണെങ്കിലും ഭയങ്കര സന്തോഷമായി. കൂട്ടുകാരൊക്കെ ഉണ്ട്, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കളിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാട്ടോ അവൻ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വെയിലൊക്കെ ഒന്ന് ആറി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് റോട്ടിലൊന്ന് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ പിള്ളേരെ കളിക്കാൻ വന്നു. അപ്പോൾ എല്ലാവരും കൂടി കളിക്കുക കേട്ടോ. അപ്പോൾ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മിലൻ പറഞ്ഞു നമുക്ക് പാടത്ത് പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാടത്തേക്ക് പോവാട്ടോ. പാടത്തേക്ക് പോണ വഴിയാണിത്. ഇവിടെ മൊത്തം കാട് പിടിച്ചു. നേരത്തെയൊക്കെ നല്ല വഴിയായിരുന്നു കേട്ടോ. ഒരു 5 വർഷം മുന്നേയൊക്കെ ഈ വഴി പോകുമ്പോഴത്തേക്കും അങ്ങനെ നമുക്ക് പേടിക്കാനൊന്നുമില്ലായിരുന്നു. ഇപ്പം മൊത്തം കാടായി. അന്നേരം ആ സമയത്തൊക്കെ എല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങുമായിരുന്നു ഈ വഴിയിൽ. ഇപ്പം ഇങ്ങനെ ആരും നടക്കാതെയൊക്കെ ആയപ്പോഴത്തേക്കും വഴി മൊത്തം കാട് പിടിച്ചു. അങ്ങനെ ആമിയുണ്ട്, സാസുണ്ട്, പാറുണ്ട്, മിലനുണ്ട്, പിന്നെ അനിയൻ ചെറുക്കനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരോടാണ് പാടത്തേക്ക് പോകുന്നത്. പാമ്പൊക്കെ ഉണ്ടാവും, പക്ഷേ ഞങ്ങളൊരു ധൈര്യത്തിൽ, എല്ലാവരും ഉള്ള ധൈര്യത്തിൽ ഞങ്ങൾ അങ്ങനെ നടക്കുവാണ്. ഇപ്പം തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട്. അതുകൊണ്ടാട്ടോ പാറു അവനെ പിടിച്ചുകൊണ്ട് അങ്ങനെ നടക്കണത്. പിന്നെ അതുങ്ങളങ്ങനെ അവിടെ കളിച്ചൊക്കെ ഇരുന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ പാടത്തേക്ക് ഒന്ന് ഇറങ്ങി പയ്യൊക്കെ ഒന്ന് നടക്കാമെന്ന് പറഞ്ഞു. അവിടെ തൊട്ടപ്പുറം മാറി കനാലുണ്ട്. അങ്ങോട്ടേക്കൊന്നും ഞങ്ങൾ പോയില്ല. അവിടെ ഭയങ്കര കാടാണ്. അവിടെ വഴിയൊക്കെ ഉണ്ടോയെന്ന് ഇപ്പോൾ അറിയത്തില്ല. പണ്ട് വഴിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വഴി ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങളങ്ങ് നടക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയല്ലേ ഈ സ്ഥലം കാണാൻ. ഇത് പിറവം കക്കാട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ്. ഫുൾ പച്ചപ്പ്, നല്ല റബ്ബർ തോട്ടം, പിന്നെ പാടത്തിന് പാടം, കുളത്തിന് കുളം, പുഴയ്ക്ക് പുഴ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഒരു ഗ്രാമഭംഗി എന്നൊക്കെ പറയുമ്പോൾ അതുപോലെയാണ്. അപ്പോൾ ഞങ്ങൾ കുളത്തിലല്ല, ഇവരെല്ലാവരും കൂടെ അവിടെ എങ്ങാണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഒരു ചൂണ്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കുക കേട്ടോ ഞങ്ങൾ. അപ്പം മിലൻ അങ്ങോട്ട് പോയി, ഈ പിള്ളേരും അങ്ങോട്ട് പോയി. അപ്പോൾ സുണ്ടു വേണമെങ്കിൽ ഇപ്പോൾ കിടന്ന് ബഹളം ഉണ്ടാക്കുക കേട്ടോ. ഇവനും പോകാൻ വേണ്ടിയിട്ട്, ഇവരെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോയില്ല, ഞങ്ങൾ അവിടെ തന്നെ നോക്കി കുറേ നേരം നിന്ന്. ഇപ്പം ഇവൻ വിളിക്കുന്നൊക്കെയുണ്ട്. സുണ്ടുവിനാണെങ്കിൽ മുഖത്തായിട്ട് വെയിലടിച്ചിട്ട് സുണ്ടു കിടന്ന് പറയേണ്ട അമ്മയെ വെയിലടിക്കണ്, അവരുടെ അടുത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മടിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്ന്, പോകണ്ടെന്നുള്ള മട്ടിൽ അവിടെ തന്നെ നിന്നു. അങ്ങനെ ഈ പിള്ളേർ എന്തോ അവിടെ വെച്ച് പറഞ്ഞ ചേച്ചി ഒരു ആമേനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, ആമേനെ കിട്ടിയപ്പോൾ ഞാൻ കരുതി വലിയ ആമയായിരിക്കും എന്നാണ് ഓർത്തത്. വന്നപ്പോൾ ദേടാ ഒരു കുഞ്ഞനാമ. പിന്നെ അതിനെയും കൊണ്ടുവന്ന് ഈ പിള്ളേർ അവിടെ വെച്ച് കുറേ നേരം തൊട്ടൊക്കെ നോക്കി കളിച്ച് അവിടെ കുളത്തിൽ കൊണ്ട് ഒരു ചെറിയ അടുത്തൊരു കുളമുണ്ട്, അവിടെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേർ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോരും കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഈ പിള്ളേർ കൂടി ഒരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുഞ്ഞു കുളം. അപ്പോൾ ആ കുളത്തിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ആ കുഞ്ഞാമേനെ ആദ്യം ആ സൈഡിലൊക്കെ വെച്ച് നോക്കി, അതിന് പോകാൻ പറ്റിയില്ല. പിന്നെ ഇതുങ്ങൾ തള്ളി തന്നെ ആ കുളത്തിലേക്ക് ഇട്ട്. ഇനി അതിൻ്റെ കാര്യം എന്താവും എന്നറിയത്തില്ല. അത് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായവരെ